ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് ഡോക്ടർ ബി ആർ അംബേദ്കറിനെ കുറിച്ച് PSC ചോദിച്ചിട്ടുള്ളതും അനുബന്ധ വിവരങ്ങളും നോക്കാം. ഡോക്ടർ ബി ആർ അംബേദ്കർ ആധുനിക മനു എന്നും ആധുനിക ബുദ്ധൻ എന്നും അറിയപ്പെടുന്നു. അപ്പോൾ ബി ആർ അംബേദ്കർ അറിയപ്പെടുന്ന പേരുകളാണ് ആധുനിക മനു എന്നുള്ളതും ആധുനിക ബുദ്ധൻ എന്നും. ജനിച്ചത് 1891 ഏപ്രിൽ 14. 1891 ഏപ്രിൽ 14. ജനിച്ച ഗ്രാമം മധ്യപ്രദേശിലെ മോവ് എന്ന ഗ്രാമത്തിലാണ് ജനിച്ചത്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്ന ഒത്തിരി പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ നിയമമന്ത്രി, അതും ഒരു PYQ ആണ്. ആരാണ്? ഡോക്ടർ ബി ആർ അംബേദ്കർ. ലണ്ടനിൽ നടന്ന 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യക്കാരൻ. ഒരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യനായിട്ടൊക്കെ ചോദിക്കാം. ലണ്ടനിൽ നടന്ന 3 വട്ടമേശ സമ്മേളനം പങ്കെടുത്ത ഇന്ത്യക്കാരനാരാണ്? ഡോക്ടർ ബി ആർ അംബേദ്കർ. മഹർ പ്രസ്ഥാനത്തിന് രൂപം നൽകിയത് ഡോക്ടർ ബി ആർ അംബേദ്കർ. മഹർ പ്രസ്ഥാനത്തിന് രൂപം നൽകിയത് ഡോക്ടർ ബി ആർ അംബേദ്കർ. ബഹിഷ്കൃത കാരണ സഭ സ്ഥാപിച്ചതാരാണ്? ബഹിഷ്കൃത കാരണ സഭ ആരാണ് സ്ഥാപിച്ചത്? ഡോക്ടർ ബി ആർ അംബേദ്കർ. പ്രസിദ്ധീകരണങ്ങൾ ഏതൊക്കെയാണ് ഡോക്ടർ ബി ആർ അംബേദ്കറിൻ്റെ? മൂനയാ ബഹിഷ്കൃത ഭാരത്. അദ്ദേഹം അന്തരിച്ചത് 1956 ഡിസംബർ 6-നാണ്. 1956 ഡിസംബർ 6-നാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം അറിയപ്പെടുന്നത് ശൈത്യഭൂമി എന്നാണ്. ശൈത്യഭൂമി എന്നാണ് അറിയപ്പെടുന്നത്. ഡിസംബർ 6 മഹാപരിനിർവാൺ ദിനമായി ആചരിക്കുന്നു. അതായത് ഡിസംബർ 6-നാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ അന്തരിച്ചത്. അദ്ദേഹത്തിൻ്റെ അന്തരിച്ച ദിവസം ഡിസംബർ 6 മഹാപരിനിർവാണ ദിനമായി ആചരിക്കുന്നു. മഹാപരിനിർവാൺ ദിനം, അതായത് ഡോക്ടർ ബി ആർ അംബേദ്കർ അന്തരിച്ച ദിവസമാണ്. 1990 മരണാനന്തര ബഹുമതിയായി ഭാരതരത്നം നൽകി രാഷ്ട്രം ആദരിച്ചു. 1990 മരണാനന്തര ബഹുമതിയായി ഭാരതരത്നം നൽകി ആദരിച്ചു. ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കർ ഹൗസ് മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്ന ലണ്ടനിലാണ്. ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കർ ഹൗസ് മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത് ലണ്ടനിലാണ്. ഡോക്ടർ അംബേദ്കർ നാഷണൽ മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്ന ന്യൂഡൽഹിയിലാണ്. തെറ്റിപ്പോവല്. ഡോക്ടർ അംബേദ്കർ നാഷണൽ മെമ്മോറിയൽ ന്യൂഡൽഹിയിലും ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കർ ഹൗസ് മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്ന ലണ്ടനിലുമാണ്. ഡോക്ടർ ബി ആർ അംബേദ്കറിനോടുള്ള ആദരസൂചകമായിട്ട് 2015 പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുറത്തിറക്കിയ നാണയങ്ങളാണ് 10, 125. അദ്ദേഹത്തിൻ്റെ 125ാം ജന്മദിനത്തിനാണ് ഇത് പുറത്തിറക്കിയത്. 125ാം ജന്മദിനം എന്നാണ് വരുന്നത്. ആ ദിവസമാണ് ഇത് പുറത്തിറക്കിയത്. 10ൻ്റെയും 125ൻ്റെയും 2015. അപ്പോൾ നമുക്കൊന്നും കൂടെ നോക്കാം. ആധുനിക മനു എന്നറിയപ്പെടുന്നു, ആധുനിക ബുദ്ധ എന്നറിയപ്പെടുന്ന ഡോക്ടർ ബി ആർ അംബേദ്കറാണ്. 1891 ജനിച്ചു. ഏപ്രിൽ 14 ജനിച്ചു. മധ്യപ്രദേശിലെ മോവിലാണ് ജനിച്ചത്. ആധുനിക ഇന്ത്യയുടെ മനു എന്നറിയപ്പെടുന്നു. പിന്നെ ഇന്ത്യ ഭരണഘടനയുടെ ശില്പി എന്നും സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ നിയമമന്ത്രി ആയിരുന്നത് ആരാണ്? ഡോക്ടർ ബി ആർ അംബേദ്കർ. ലണ്ടനിൽ നടന്ന 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യക്കാരൻ ആരാണ്? ഡോക്ടർ ബി ആർ അംബേദ്കർ. മഹർ പ്രസ്ഥാനത്തിന് രൂപം നൽകി സ്ഥാപിച്ച സംഘടന ഏതാണ്? ബഹിഷ്കൃത കാരണ സഭ. പ്രസിദ്ധീകരണങ്ങൾ മൂനയാ ബഹിഷ്കൃത ഭാരത്. അന്തരിച്ച് 1956 ഡിസംബർ 6. അന്ത്യവിശ്രമ സ്ഥലം അറിയപ്പെടുന്ന ശൈത്യഭൂമി. അദ്ദേഹം അന്തരിച്ച ദിവസം ഡിസംബർ 6 മഹാപരിനിർവാൺ ദിനമായി ആചരിക്കുന്നു. ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കർ ഹൗസ് മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്ന ലണ്ടനിലാണ്. 1990 മരണാനന്തര ബഹുമതിയായി ഭാരതരത്നം നൽകി ആദരിച്ചു. ഡോക്ടർ ബി ആർ അംബേദ്കർ നാഷണൽ മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. ഡോക്ടർ ബി ആർ അംബേദ്കറിനോടുള്ള ആദരസൂചകമായി 2015 10, 125 എന്നീ നാണയങ്ങൾ പുറത്തിറക്കി. ആരാണ്? നരേന്ദ്രമോദിയാണ്. താങ്ക് യു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.